ഹായ് സ്റ്റുഡൻസ്, +2 ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. കലാപകാരികളും ബ്രിട്ടീഷ് രാജും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1857 കലാപത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് നീങ്ങുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് പോയി നോക്കാം. 1857 കലാപം. പേര് പോലെ തന്നെ 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഈ കലാപം ആരംഭിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ശിപ്പായി ലാള എന്ന പേരിലും 1857 കലാപം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ആദ്യമായിട്ട് കേൾക്കുകയാണ് ശിപ്പായി എന്നുള്ള വാക്ക്. എവിടെ നിന്നാണ് ഈ വാക്ക് വന്നത്? ശിപ്പായി ലാള എന്ന പേര് വരാൻ കാരണം എന്താണ്? ഈ കലാപം തുടങ്ങിയത് ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യൻ പട്ടാളക്കാരായിട്ടുള്ള വ്യക്തികളാണ് ഈ കലാപം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേരാണ് ശിപ്പായിമാർ. അപ്പോൾ ശിപ്പായിമാർ തുടങ്ങിയിട്ടുള്ള സമരമായതുകൊണ്ട് തന്നെ ഈ സമരത്തെ ബ്രിട്ടീഷുകാർ ശിപ്പായി ലാള എന്നുകൂടെ വിളിച്ചിരുന്നു. 1857 കലാപത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള പേരും ശിപ്പായി ലാള എന്നുള്ള പേരും ഉണ്ടായിരുന്നു. എന്തിനെതിരെയായിരുന്നു ഈ കലാപം? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കും പദ്ധതികൾക്കും ആശയങ്ങൾക്കും എതിരെയായിരുന്നു ഈ കലാപം. ബാരക്പൂരിലെ സൈനിക ക്യാമ്പിലെ സൈനികനായ മംഗൾ പാണ്ഡെയായിരുന്നു ഈ കലാപത്തിലെ ആദ്യ രക്തസാക്ഷി. ഓക്കെ, ഈ കലാപകാരികൾ മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടുകയും അവർ ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തു. ഡൽഹി പിടിച്ചടക്കിയതിനു ശേഷം അന്നത്തെ മുഗൾ രാജാവായിട്ടുള്ള ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികളുടെ നേതാവായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കലാപകാരികളുടെ നേതാവ് അഥവാ ഇന്ത്യയുടെ ചക്രവർത്തി, സഹൻഷാഹി ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ അവരോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, സഹൻഷാഹി ഹിന്ദുസ്ഥാൻ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് അവസാനത്തെ മുഗൾ ഭരണാധികാരി. ശിപ്പായിമാർ മാത്രമാണോ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ കലാപത്തിൽ പങ്കെടുത്തത്? അല്ല. ഇന്ത്യയിലെ സാധാരണക്കാർ, നാട്ടുരാജാക്കന്മാർ, കൃഷിക്കാർ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഈ കലാപത്തിൽ പങ്കെടുത്തു. കലാപം വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഈ വിവിധ പ്രദേശങ്ങളിൽ വിവിധ നേതാക്കന്മാരായിരുന്നു കലാപം നയിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ കലാപബാധിത പ്രദേശങ്ങളുണ്ടായത് ഇന്നത്തെ ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങൾ നടന്നു. അവിടെയെല്ലാം വിവിധ നേതാക്കന്മാരാണ് കലാപം നയിച്ചത്. നമ്മൾ ഇത്രയും നേരം കലാപത്തിൻ്റെ സംഭവവികാസങ്ങളും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എന്തായിരിക്കും ഈ കലാപം ഉണ്ടാവാൻ കാരണം? ശിപ്പായിമാരും നാട്ടുരാജാക്കന്മാരും കർഷകരും സാധാരണക്കാരും അടങ്ങിയിട്ടുള്ള വലിയ വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ എന്തായിരുന്നു കാരണം? നമുക്ക് നോക്കാം. പ്രധാന കാരണങ്ങൾ. ശിപ്പായിമാർ ഈ ഒരു സമരത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ പട്ടാളക്കാരാണ് ശിപ്പായിമാർ. അവർക്ക് തുച്ഛമായ ശമ്പളമാണ് ഉണ്ടായിരുന്നത്, നോമിനൽ സാലറി. മോശമായിട്ടുള്ള ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. ജോലിയിൽ താഴ്ന്ന പദവിയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഉയർന്ന പദവിയെല്ലാം ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. സ്ഥാനക്കയറ്റം ഉണ്ടായിരുന്നില്ല. അവർ ജോലിയിൽ പ്രവേശിച്ച സമയത്തുള്ള പദവി ഏതാണോ അതുതന്നെയായിരുന്നു അവർ റിട്ടയർ ചെയ്ത് പോകുമ്പോഴും ഉണ്ടായിരുന്നത്. സാലറിയിലും മാറ്റമില്ല, പദവിയിലും മാറ്റമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവർ നിർബന്ധിതമായിട്ടുള്ള വിദേശ സർവീസുകൾ ചെയ്യണമായിരുന്നു. രാജ്യത്തിൻ്റെ പുറത്ത് പോയിട്ട് ബ്രിട്ടന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടും യുദ്ധം ചെയ്യേണ്ടി വന്നു ഇന്ത്യൻ പട്ടാളക്കാർക്ക്. ഈ വിദേശ സർവീസിന് അധികമായിട്ടുള്ള ഭത്ത ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികമായിട്ടുള്ള ആ ഒരു പുറത്ത് പോയി യുദ്ധം ചെയ്തതിന് അധികമായിട്ട് ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു നേട്ടമോ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഭത്ത എന്നുള്ളത് അവിടെ കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, അടുത്ത കാരണം മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം.
ഇന്ത്യൻ പട്ടാളക്കാരിൽ ഹിന്ദു വിഭാഗക്കാരുണ്ട്, മുസ്ലിം വിഭാഗക്കാരുണ്ട്, സിഖ് വിഭാഗക്കാരുണ്ട്. ഇവർക്കെല്ലാം മതപരമായിട്ടുള്ള ഒരുപാട് ചിഹ്നങ്ങൾ അവരുടെ വസ്ത്രധാരണത്തിലുണ്ട്. അതെല്ലാം ഉപയോഗിക്കുന്നതിലുള്ള നിരോധനം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഉദാഹരണത്തിന് താടി വെക്കാൻ പാടില്ല, തലപ്പാവ് ധരിക്കാൻ പാടില്ല, കുറിയിടാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള പല നിബന്ധനകളും അവർ വെച്ചതോടെ ഇത് ഇന്ത്യൻ പട്ടാളക്കാർക്കിടയിൽ വലിയ അസഹിഷ്ണുതയ്ക്ക് കാരണമായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ഈ കലാപത്തിലേക്കുള്ള പെട്ടെന്നുള്ള കാരണമായിട്ട് പറയുന്നതും പട്ടാളക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഉപയോഗിക്കേണ്ടി വന്നത്. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള തിരകൾ ഈ പട്ടാളക്കാർക്ക് ഉപയോഗിക്കേണ്ടി വന്നതും കലാപത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണമാണ്. കാരണം പശു ഹിന്ദു മതപ്രകാരം വിശുദ്ധമായിട്ടുള്ള മൃഗവും പന്നി എന്ന് പറയുന്നത് മുസ്ലിം മതപ്രകാരം നിഷിദ്ധമായിട്ടുള്ള ഒരു മൃഗവുമാണ്. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് ഉള്ളിലേക്ക് ചെല്ലുക എന്നത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണെന്ന് ഈ പട്ടാളക്കാർക്ക് തോന്നി. അത് കലാപത്തിലേക്ക് പെട്ടെന്നുള്ള കാരണമായി. ഇനി നാട്ടുരാജാക്കന്മാർ എങ്ങനെയാണ് കലാപത്തിലേക്ക് എത്തിച്ചേർന്നത്? ഒന്നാമതാണ് ലയന സിദ്ധാന്തം അഥവാ ദത്തവകാശ നിരോധന നിയമം. ഇത് അനന്തരാവകാശികളില്ലാത്ത രാജാക്കന്മാരുടെ ഭൂസ്വത്തുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ബ്രിട്ടീഷ് രാജിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭൂമിയിൽ ലയിക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുമെന്നുള്ള നിയമമാണിത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, വരും ക്ലാസ്സുകൾ ചർച്ച ചെയ്യാം. സൈനിക സഹായ വ്യവസ്ഥ മറ്റു നാട്ടുരാജ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാം എന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് ബ്രിട്ടീഷുകാർ എല്ലാ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കരാറാണ് സൈനിക സഹായ വ്യവസ്ഥ. ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ ആ നാട്ടുരാജ്യത്തെ സംരക്ഷിക്കാം എന്ന് പറയുന്ന ഒരു വ്യാജേനെ ആ നാട്ടുരാജ്യത്തിൽ കയറുകയും മെല്ലെ മെല്ലെ ആ നാട്ടുരാജ്യം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൈനിക സഹായ വ്യവസ്ഥ. പിടിച്ചെടുക്കൽ നയം എന്തെങ്കിലും മുടന്തം ന്യായം പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രദേശങ്ങൾ, ഓരോരോ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നൊരു നയം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം കാരണം അധികാരവും സ്വത്തും രാജ്യവും നഷ്ടപ്പെട്ട ഒരുപാട് നാട്ടുരാജാക്കന്മാരും ഈ ശിപ്പായിമാരോടൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അടുത്തത് കർഷകരെന്തിനാണ് ഈ കലാപത്തിൽ പങ്കുചേർന്നത്? നമുക്കറിയാം, ഉയർന്ന നികുതി അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ചെറിയ വരുമാനം, ഈ നികുതിയിൽ നിന്നും കൊടുത്തതിന് ബാക്കി അവർക്ക് കിട്ടിയിരുന്നത് ചെറിയ വരുമാനമായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെയും ജമീന്ദാർമാരുടെയും ക്രൂരമായിട്ടുള്ള ചൂഷണവും ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ പങ്കുചേരാൻ അവരെ നിർബന്ധിതരാക്കി. സാധാരണക്കാർ, ഇന്ത്യയിലെ ഭൂരിഭാഗം സാധാരണക്കാർ 1857 കലാപത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ വംശീയ മനോഭാവം. ബ്രിട്ടീഷുകാർ വെളുത്ത വർഗ്ഗക്കാരാണെന്നും ഇന്ത്യക്കാർ കറുത്ത വർഗ്ഗക്കാരാണെന്നുള്ള അവരുടെ വംശീയമായിട്ടുള്ള മനോഭാവം ഇന്ത്യക്കാർക്കിടയിൽ സാമൂഹികമായിട്ടുള്ള അസമത്വത്തിന് കാരണമാവുകയും ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് വർദ്ധിക്കുകയും ചെയ്തു. മതപരമായ കാര്യങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ. ഇന്ത്യക്കാരുടെ മതപരമായ കാര്യങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ അമിതമായിട്ടുള്ള ഇടപെടൽ പല പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ഇന്ത്യക്കാരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയും ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാരോടുള്ള പകയും ദേഷ്യവും വർദ്ധിക്കാൻ കാരണമായി. അതുമാത്രമല്ല, ബ്രിട്ടീഷുകാരിവിടെ വരുന്നതോടുകൂടി തങ്ങളുടെ മതങ്ങളിലുള്ള പല പരിഷ്കാരങ്ങൾ നടത്തുന്നതോടുകൂടി അതിലൂടെ അവർ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ഭയം ഇന്ത്യക്കാർക്കിടയിലുണ്ടായിരുന്നു. ഇതും കലാപത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന ഒരു കാരണമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വംശീയ മനോഭാവം, മതപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, ക്രിസ്തുമതം പ്രചരിക്കുമെന്നുള്ള ഭയം, ഇതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ കലാപത്തിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങൾ.
അപ്പോൾ ശിപ്പായിമാർ എന്തുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തു, നാട്ടുരാജാക്കന്മാർ എന്തുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തു, കർഷകർ എന്തുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തു, സാധാരണക്കാർ എന്തുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തു, നമ്മൾ ചർച്ച ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു കലാപം നടന്നത് പല സ്ഥലങ്ങളിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കലാപം നടന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും നിലനിൽക്കുന്നത് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. കലാപം നടന്ന പ്രദേശങ്ങളും ആ കലാപം നടന്ന പ്രദേശങ്ങളിൽ കലാപം നയിച്ച നായകന്മാർ, ലീഡർമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് കലാപത്തിൻ്റെ രീതി ചർച്ച ചെയ്യാം. കലാപത്തിൻ്റെ രീതി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. എന്തൊക്കെയായിരുന്നു കലാപത്തിൻ്റെ രീതി, എങ്ങനെയായിരുന്നു കലാപം നടന്നത്, അതിനുശേഷം നമുക്ക് നേതാക്കന്മാരെയും അവയുടെ പ്രദേശങ്ങളും ചർച്ച ചെയ്യാം. കാഹളം മുഴക്കിയോ വെടിശബ്ദം മുഴക്കിയോ ആണ് കലാപകാരികൾ, ശിപ്പായിമാർ കലാപം ആരംഭിച്ചിരുന്നത്. കലാപത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു പ്രദേശത്ത് കലാപം നടക്കുന്നതിനുള്ള ഒരു ഓപ്പണിംഗ് സെറിമണി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കാഹളം മുഴക്കും, അല്ലെങ്കിൽ അവിടെ ഒരു തോക്ക് കൊണ്ട് അവർ വെടിശബ്ദം മുഴക്കിയാണ് കലാപം ആരംഭിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു കലാപത്തിൽ പ്രധാനപ്പെട്ട ഗതി? അവർ ഡൽഹിയിലെ ആയുധപ്പുര പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര എന്ത് ചെയ്തു? അവർ പിടിച്ചെടുത്തു. പിന്നെയോ നാട്ടുരാജാക്കന്മാർ, സാധാരണക്കാർ, കർഷകർ തുടങ്ങിയവർ കലാപത്തിൽ ശിപ്പായിമാരോടൊപ്പം പങ്കെടുത്തു. വെള്ളക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകൾ, ബംഗ്ലാവുകൾ, സ്വത്തുക്കൾ എന്നിവ അവർ പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. കലാപകാരികൾ വെള്ളക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാനും അവരുടെ വീടുകളും ബംഗ്ലാവുകളും സ്വത്തുക്കളെല്ലാം നശിപ്പിക്കാനെല്ലാം തുടങ്ങി. അതുകൊണ്ട് മാത്രം തീർന്നില്ല. ഗവൺമെൻറ് ബിൽഡിങ്ങുകൾ, രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, ജയിൽ, കോടതി, പോസ്റ്റ് ഓഫീസ്, ട്രഷറി തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മൊത്തമായിട്ട് അവർ ആക്രമിക്കുകയും അവിടുത്തെ രേഖകൾ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അടുത്തത് അവർ ചെയ്തത് പ്രധാനപ്പെട്ട വാർത്താവിനിമയ മേഖലയെ സ്തംഭിപ്പിക്കുകയാണ് ചെയ്തത്. ഡൽഹിയിലേക്കുള്ള ടെലഗ്രാഫ് ലൈനുകൾ മുറിച്ചു മാറ്റി. മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനും മറ്റുമുള്ള അവസരമാണ് അവിടെ ഇല്ലാതാക്കിയത്. പലിശക്കാർ, സമ്പന്നർ മുതലായവയും അക്രമത്തിനിരയായി. ഈ കലാപത്തിനിടയിലൂടെ കർഷകർ എന്ത് ചെയ്തു? പലിശക്കാരെയും സമ്പന്നരെയും കൂടെ അതിനിടയിലൂടെ ആക്രമിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച് നടന്നു. പിരങ്കീസ് എന്ന് പറഞ്ഞാൽ വിദേശികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം ഈ ഒരു 1857 കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ബ്രിട്ടീഷുകാരുടെ സ്വത്തുക്കൾ, അതുപോലെ വാർത്താവിനിമയ മേഖലകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയും എന്ത് ചെയ്തു? ഇവർ ആക്രമിച്ച് ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള കലാപബാധിത പ്രദേശങ്ങൾ, അവിടെയുള്ള നേതാക്കന്മാർ. ഹെഡിങ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പ്ലേസസ്, ലീഡേഴ്സ് എന്നുള്ള രീതിയിലേക്ക് തിരിച്ച് എഴുതുക. ഡൽഹിയിൽ കലാപം നയിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കലാപകാരികൾ മീററ്റിൽ നിന്നും തുടങ്ങിയിട്ടുള്ള കലാപം നേരെ എത്തിയത് ഡൽഹിയിലാണ്. ഡൽഹി പിടിച്ചെടുത്ത് അവരെന്ത് ചെയ്തു? അവിടെ നേതാവായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ബക്ത് ഖാൻ, അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ ബക്ത് ഖാനുമാണ് ഡൽഹിയിൽ കലാപം നയിച്ചത്. അടുത്തത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നാനാ സാഹിബാണ് കലാപം നയിച്ചത്. ഉത്തർപ്രദേശിൽ തന്നെ ഝാൻസിയിൽ ഝാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായി ആണ് കലാപം നയിച്ചത്. ബീഹാർ ഹാര, ജഗദീഷ്പൂർ, ഇതെല്ലാം ബീഹാറിലെ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം കലാപം നയിച്ചത് കൻവർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ലക്നൌവിൽ
കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ കലാപം നയിച്ചത്. ഫൈസാബാദ് ഉത്തർപ്രദേശിലെ മറ്റൊരു പ്രദേശമാണ് ഫൈസാബാദ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് കലാപം നയിച്ചത്. ചോട്ടാനാഗ്പൂരിൽ ഗോനു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കലാപം നയിച്ചത്. ബരൗട്ട് പർഗാന യു പിയിലെ ഒരു പ്രദേശമാണ്. അവിടെ ഷാമൽ എന്ന് പറയുന്ന വ്യക്തിയാണ് കലാപം നയിച്ചത്. അപ്പോൾ ഭൂരിഭാഗം പ്രദേശങ്ങൾ കാൺപൂർ, ഝാൻസി, ലക്നൗ, ഫൈസാബാദ്, ബരൗട്ട് പർഗാന തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേതാക്കന്മാരും ഈ പ്രദേശങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും വരാറുള്ളതും നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് ഏരിയ എന്ന് എടുത്തിട്ടുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യാം,